നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു PSG പുതിയ പരിശീലകനായിക്കൊണ്ട് ലൂയിസ് എൻറിക്കെ ചുമതലയേറ്റത്. നമുക്കറിയാം, അദ്ദേഹത്തിന് കീഴിൽ മികച്ച പ്രകടനമാണ് ഇപ്പോൾ PSG നടത്തുന്നത്. ഫ്രഞ്ച് ലീഗിൽ അവരാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. മാത്രമല്ല, യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കാനും ഇപ്പോൾ PSG കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എംബപ്പയുമായി അത്ര നല്ല ഒരു ബന്ധത്തിലല്ല ലൂയിസ് എൻറിക്കെയുള്ളത്. കഴിഞ്ഞ 3 ലീഗ് മത്സരങ്ങളിലും കിലിയൻ എംബപ്പയെ അദ്ദേഹം കുറച്ച് സമയം പുറത്തിരുത്തിയിരുന്നു. ഏതായാലും PSG പരിശീലകനെ പ്രശംസിച്ചുകൊണ്ട് PSG പ്രസിഡന്റായ നാസർ അൽ ഖലീഫി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എൻറിക്കെ ചെയ്യുന്നത് ഫന്റാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് ഖലീഫി പറഞ്ഞിട്ടുള്ളത്. സ്പോർട്ടിംഗ് ഡയറക്ടർ ലൂയിസ് കാമ്പോസിനെയും അദ്ദേഹം പ്രശംസിച്ചിട്ടുണ്ട്. PSG പ്രസിഡന്റിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ പുതിയ ഒരു ടീമിനെ നിർമ്മിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും എളുപ്പമല്ല. താരങ്ങൾ തയ്യാറാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇപ്പോഴാണ് അവരെ ഒരുമിച്ച് ചേർത്തിട്ടുള്ളത്. പരിശീലകൻ ലൂയിസ് എൻറിക്കയിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. അദ്ദേഹം ചെയ്യുന്നത് ഫന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ജോബാണ്. അദ്ദേഹം അവിശ്വസനീയമായ രീതിയിൽ ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. റിസൾട്ടുകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജിയും വിഷനും എടുത്തു പറയേണ്ടതാണ്. കൂടാതെ സ്പോർട്ടിംഗ് ഡയറക്ടർ ലൂയിസ് കാമ്പോസിലും ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. അദ്ദേഹവും എല്ലാ കാര്യങ്ങളും വളരെ മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇതാണ് PSG പ്രസിഡന്റ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവസാനമായി ഫ്രഞ്ച് ലീഗിൽ കളിച്ച 3 മത്സരങ്ങളിലും PSG സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് അവർക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിലിയൻ എംബപ്പയുടെ മികവിൽ അവർ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. റയൽ സോസിഡാഡിനെതിരെ PSG ആകെ നേടിയ 4 ഗോളുകളിൽ 3 ഗോളുകളും പിറന്നിട്ടുള്ളത് കിലിയൻ എംബപ്പയുടെ ബൂട്ടിൽ നിന്നാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.